ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഫ്രാങ്കസ്റ്റൈൻ 2025 കണ്ടു. ഒരു മനോഹരമായ ഹൊറർ ഡ്രാമ. ഈ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് മോൺസ്റ്റർ, ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടംപോലെ തവണ അതിനെ പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് കഥകളും സിനിമകളും ഓൾറെഡി വന്നതാണ്. ഈ പടം പറയണത് എന്താ വെച്ചാൽ ഗിലേമോ ഡെൽ ടോറയുടെ ഒരു വിഷൻ, ഫേമസ് ഡയറക്ടറായിട്ടുള്ള ഗിലേമോ ഡെൽ ടോറയുടെ ഒരു വിഷണറി മേക്കിങ്ങിൽ എങ്ങനെയാണ് ഈ ഫ്രാങ്കസ്റ്റൈൻ്റെ മോൺസ്റ്ററെ പ്രസൻറ്റ് ചെയ്യണതാണ് ഈ കഥ. പക്ഷെ ഇതിൻ്റെ വളരെ ടച്ചിങ് ആയിട്ട് നമുക്ക് നല്ല ഫീൽ ആകുന്ന, എന്നാൽ ആ ഒരു ഗോത്തിക് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പടം തന്നെയാണ് ഫ്രാങ്കസ്റ്റൈൻ. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ പല കാര്യങ്ങൾ ഈ പടത്തിനെ മസ്റ്റ് വാച്ചാക്കി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും പെർഫോമൻസിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി, അത് എനിക്ക് തോന്നുന്നത് അടുത്ത കൊല്ലത്തെ ഓസ്കാറിൽ കുറേ അവാർഡുകൾ വാരി തൂക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. അതിപ്പോൾ ടെക്നിക്കൽ മാത്രമല്ല, ആക്ടിങ്ങിലും എല്ലാത്തിലും ഉണ്ട്. കാരണം ഇതൊരു സിമ്പിൾ ഒരു ഹൊറർ ഡ്രാമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫിലിം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വന്നേക്കണത്. ഇതിൽ എന്താ പറയുക, വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജൻ, ആൾക്ക് പല എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് ഒരു പല മരിച്ച ആളുകളുടെ പല അവയവങ്ങളൊക്കെ ഉപയോഗിച്ച് ആൾക്കൊരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ത്വര കൊണ്ട് ആൾ പല പരീക്ഷണങ്ങൾ നടത്തി പല മരിച്ചുപോയ ആൾക്കാരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ വെച്ച് പല പാർട്സൊക്കെ വെച്ചിട്ട് പല സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെ ഒരു ലിവിങ് തിങ്സിനെ ഉണ്ടാക്കുന്നു. ആ ലിവിങ് തിങ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു സബ് പ്ലോട്ട്. പിന്നെ അതിൽ എന്താ പറയുക, കുറച്ച് റൊമാൻറ്റിക് എലമെന്റ്സും കുറച്ച് ഹൊറർ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ആണ്. ചില ഈ മോൺസ്റ്റർ ഒരു ഇമേജ് എന്നുള്ള ഒരു വയലൻസും ചില അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊരു മൂവിങ് ഡ്രാമ എന്നൊക്കെ പറയില്ലേ. ഇതിൽ ഈ വിക്ടർ ഫ്രാങ്കസ്റ്റൈനായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഓസ്കർ ഐസക്. ഈ മോൺസ്റ്റർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അവിടുത്തെ ഒരു യങ് റൈസിംഗ് സ്റ്റാർ ആയിട്ടുള്ള ജേക്കബ് എലോഡിയാണ്. ഒന്നും പറയില്ല, അതിഗംഭീര പെർഫോമൻസ്. ഇവർ തമ്മിൽ മത്സരമാണ് ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ. അതായത് മോൺസ്റ്ററായിട്ട് ഇയാളെ അതൊരു ഗ്രാഫിക്സിന്റെ സഹായത്തോടെയോ VFX എഫക്റ്റോടെയോ അല്ല, മേക്കപ്പ്. അതായത് മേക്കപ്പിന് ഇത് എനിക്ക് തോന്നുന്നത് ഓസ്കർ കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ല. കാരണം അയാൾക്ക് ഒരു 6.5 അടി ഉയരമുള്ള ആളാണ് ഈ നായകൻ റിയൽ ലൈഫിൽ. അപ്പൊ അത് അവർ മാക്സിമം ഉപയോഗപ്പെടുത്തി ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നല്ല മേക്കപ്പ് ഇട്ട് ആ ഒരു മോൺസ്റ്റർ, അതായത് മോൺസ്റ്ററായിട്ട് ആളെ രൂപം മോൺസ്റ്റർ ആണെങ്കിലും ആൾക്ക് ബേബി പോലെയാണ് ആൾക്കൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു അറിയില്ലായ്മയിൽ നിന്ന് അയാൾ പല കാര്യങ്ങൾ മനസ്സിലാക്കണതും അതൊക്കെ വളരെ മികച്ച രീതിയിൽ ആൾ അഭിനയിച്ചിട്ടുണ്ട്. ഓസ്കർ ഐസക് നമുക്ക് അറിയണതാണ്, ഒരു നടനാണ്. ആൾക്ക് കിട്ടിയിട്ടുള്ള ഇങ്ങനെ ഈ ഒരു പല ഗ്രേ ഷെയ്ഡുകളുള്ള അല്ലെങ്കിൽ പല എന്താ പറയുക പല ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഈ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അയാളുടെ ഒരു ഡെസ്പിറേഷൻ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന ചില സംഭവങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെന്റും അതിന്റെ റിസൾട്ടുമാണ് ഈ ഒരു മോൺസ്റ്ററും. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഡീപ്പ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങനത്തെ വിഷയം നമുക്ക് അറിയണതാണ്. അയാൾ ഇതുപോലത്തെ ഒരു ഹൊറർ ഇങ്ങനത്തെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന് വളരെ എൻഗേജിങ് ആയിട്ട് പല ലൊക്കേഷൻ, നല്ല എന്താ പറയുക ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷനിലും ഒരു അങ്ങനത്തെ ഒരു മൂഡിലും സെറ്റ് ചെയ്തിട്ട് എടുത്തേക്കണം. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, കളർ ടോണ്, ഗ്രേഡിങ്, നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ്, ഹെയർ സ്റ്റൈല് ഒക്കെ ടോപ്പാണ്. ഞാൻ അടുത്ത പോലത്തെ ഒരു എല്ലാ കാറ്റഗറിയിലും ഞാൻ ഇതിന് ഓസ്കർ പ്രതീക്ഷിക്കുന്നു. ഈവൻ ബെസ്റ്റ് പിക്ചർ, കാരണം ഇതിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്. മോൺസ്റ്റർ വേഴ്സ് ഹ്യൂമാനിറ്റി, മോൺസ്റ്ററിലും കണ്ടെത്താം. മോൺസ്റ്ററിന് എവിടെയാണ് മോൺസ്റ്റർ ഉള്ളത്, ഹ്യൂമൻസിലാണല്ലോ. അങ്ങനെ കുറെ സൈക്കോളജിക്കൽ ലെവൽസും ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ എടുത്ത നല്ല ടെക്നിക്കൽ ബ്രില്യൻസ് ഉള്ള നല്ല ആക്ടിങ് പെർഫോമൻസ്. അല്ലെങ്കിൽ മിയ ഗോത്ത് ഉണ്ട് ഇതിൽ. ഈ ഫ്രാങ്കസ്റ്റൈൻ്റെ ഒരു ബ്രൈഡ് എന്നൊരു കൺസെപ്റ്റ് വരുന്ന എലിസബത്ത് എന്ന ക്യാരക്ടറായിട്ടാണ് ഇതിൽ വരുന്നത്. കുറെ സീൻസ് ഇല്ല, പക്ഷെ ഉള്ള സീൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് ആ ഇമോഷൻസ് ഒക്കെ വളരെ എന്താ പറയാ വളരെ ഇന്റൻസ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ റോളിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഈ വിഷ്വൽ ബ്യൂട്ടിയും ആ ഒരു മൂഡ് സെറ്റപ്പും ഇവരുടെ ഈ പെർഫോമൻസും ഒരു ഹ്യൂമാനിറ്റി, മോൺസ്റ്ററിനും ഹ്യൂമൻസും തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ ചേർന്നിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമാണ്. അപ്പൊ ഇതിന് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന രീതിയിലും ഈ പടത്തിന് സമീപിക്കാം, നല്ലൊരു പടം എന്ന രീതിയിൽ സമീപിക്കാം, ഈ ഗോത്തിക് ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് സമീപിക്കാം. അപ്പൊ ഇത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. മൂവി ലവേഴ്സ് ഇത് മിസ്സാക്കാൻ പാടില്ലാത്ത വളരെ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, എല്ലാവരും എടുത്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.